സ്റ്റഡി സെൻറ്ററിലെ നമ്മുടെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. മോഡൽ എക്സാം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മുൻകാല വർഷങ്ങളിലെ നമ്മൾ വിജയികളായിട്ട് മാറിയ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ പറയേണ്ടത്. അവരുടെ ഈ ഒരു മാർക്കിൽ അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ബ്രില്യൻറ്റിലെ മോഡൽ എക്സാം തന്നെയാണ്. ഒരുപാട് നമ്മൾ കുട്ടികളെ 90% വിദ്യാർത്ഥികളും പറയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജായ മോഡൽ എക്സാം നമ്മുടെ ഇക്കൊല്ലത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിള്ളേരെല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിച്ചാണ് നമ്മുടെ എക്സാമിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കുട്ടികളോട് ചോദിക്കാം. എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫസ്റ്റ് എക്സാം ആയതിൻ്റെ കൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു, എന്നാലും നല്ല എഴുതാൻ പറ്റി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? സബ്ജക്ട് വൈസ് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെ തോന്നി? നോർമലി നമ്മൾ വിചാരിക്കും പ്രിപ്പറേറ്ററിനെക്കാട്ടും കഴിഞ്ഞ ഈ ഓൾഡ് ബാച്ചുകാരുടെ നമ്മൾ റെക്കമെൻഡേഷൻ ചോദിക്കണ്ടേ, അപ്പോൾ അവർ പറഞ്ഞ പ്രിപ്പറേറ്ററിനെക്കാട്ടും കുറച്ചുകൂടി ടഫ് ആയിരിക്കുന്ന, പക്ഷേങ്കിൽ രണ്ടും കുറച്ചുകൂടി അത്യാവശ്യം സിമ്പിളായിട്ടാണ് തോന്നിയത്. മോൾക്ക് സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നോക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയതായിരുന്നു ഫിസിക്സ് ആയിരുന്നു. അപ്പം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നു. ഈ എക്സാമിന് മുന്നേ പ്രിപ്പറേറ്ററി എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ലേണിംഗ്? ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോ? അതിന് ആ ഒരു മോഡലിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ? കുഴപ്പമില്ലായിരുന്നു. ടൈം മാനേജ് ചെയ്യാനൊക്കെ പറ്റിയോ? ബയോളജി കുറച്ച് ടൈം കുറച്ചുകൂടെ വേണ്ടി വന്നു. ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നിയോ? ഇല്ല, കുറച്ചും കൂടെ ബയോളജി കുറച്ചും കൂടെ ടൈം വേണ്ടി തോന്നി. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. കംഫർട്ടബിൾ ആയിരുന്നോ ഇന്ന് മോഡൽ എക്സാം എഴുതുമ്പോൾ? കുഴപ്പമില്ലായിരുന്നു. ഈസി ആയിട്ട് തോന്നിയതാ? ബയോളജി കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ നീറ്റിന് തൊട്ട് മുന്നേ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് എക്സാം അല്ലേ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാംസ് തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇവിടുന്ന് ലൈവ് ഉണ്ടായിരുന്നു, റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ കൂടുന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതൊക്കെ ഹെൽപ്ഫുൾ ആയി തോന്നിയോ ഇന്നത്തെ എക്സാം കഴിഞ്ഞു? ഇന്ന് കുറേ വന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എക്സാം? എക്സാം വളരെ എളുപ്പമായിരുന്നു. ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് പേടിച്ച് എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ, പക്ഷേ കൊള്ളായിരുന്നു, നല്ല എക്സാം ആയിരുന്നു. നീറ്റിൻ്റെ അതേ പാറ്റേണിൽ അതേപോലെ ടൈമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒരു നീറ്റ് എഴുതുന്ന പോലെ തന്നെയുള്ള സീരിയസ്നെസ് തന്നെയല്ലേ മോളെ എക്സാം അറ്റൻഡ് ചെയ്ത്? അതെ. ഫസ്റ്റ് എക്സാം ആകുമ്പോൾ ഒരു ഇച്ചിരി പേടി ഉണ്ടായിരുന്നു, പക്ഷേ എക്സാം ഹാളിൽ കയറിയപ്പം വളരെ ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റി. മെയ് 5 ഇതേപോലെ എഴുതാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോയത്? ഈ ഒരു മോഡൽ എക്സാമിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോയത്? ബയോളജി ആദ്യമേ വായിച്ച് നോക്കി, വലിയ കുഴപ്പമില്ല, എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നല്ലോ. കെമിസ്ട്രി പ്രോബ്ലം ട്രൈ ചെയ്തു, അതും വലിയ ടഫ്നെസ് ഉള്ള ചാപ്റ്റേഴ്സ് അല്ല, ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ എങ്ങനെയും കൈ നിൽക്കും. ഫിസിക്സും വലിയ കുഴപ്പമില്ലായിരുന്നു. ഫോർമുലസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്തു, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി, ഹാൻഡിൽ ചെയ്തു, അത്രേ ഉള്ളൂ. മോനോ? കുഴപ്പമില്ല. ഇന്നലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്ന്. നമ്മുടെ ഈ ലേണിംഗ് ആപ്പിൽ ഒരുപാട് മറ്റേ പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് ഇല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിച്ചാൽ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലത്തെ മോഡൽ ഇവിടെ വന്നു, യൂസ്ഫുൾ ആയി. മോനോ? വർക്ക് ബുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ല ട്രൈ ചെയ്ത് നോക്കി, നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരോട് കുറച്ച് മോഡൽ എക്സാംസ് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചറിയാം അല്ലേ? അപ്പോൾ മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. പ്രിപ്പയർ ചെയ്ത് അത്രയും ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു പ്രോബ്ലം. ബയോളജി എനിക്കത് നോക്കാൻ പറ്റി, പക്ഷേ ഫിസിക്സിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് കുറച്ച് പ്രശ്നമായിരുന്നു. അതെ, ടൈം മാനേജ്മെൻറ്റ്. ഫിസിക്സ് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കാൻ പറ്റിയിട്ടായിരുന്നു, പക്ഷേ ഓവറോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ലേണിംഗ് ആപ്പിൽ നിങ്ങളിപ്പോൾ പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് ഒക്കെ ഇല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിച്ചായിരുന്നു? ഇന്നലെ രാത്രിയാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ പക്ഷേ തുടങ്ങിയത് ലേറ്റായിപ്പോയി. അപ്പോൾ എനിക്ക് വീഡിയോ സൊല്യൂഷൻസ് കണ്ട് എഴുതാനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അപ്പോൾ നല്ലതായിരുന്നു. ഓവറോൾ കുഴപ്പമില്ല. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് ഇച്ചിരി പാടായിരുന്നു, ബയോളജി കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിട്ട് തോന്നി? ബയോളജി എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ കൊണ്ടുപോയത്? ഇത്രയും ദിവസം ഇരുന്ന് റിവിഷൻ ചെയ്ത്, പിന്നെ യൂണിറ്റ് പ്രിപ്പറേറ്ററി എക്സാംസ് ചെയ്തു. നല്ലോണം യൂസ്ഫുൾ ആയി പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് ഒക്കെ. എന്തായാലും ഓവറോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓക്കെ. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നന്നായിട്ട് എഴുതാൻ പറ്റി. ഈ ഒരു മോഡൽ എക്സാംസ് ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഈ ഒരു നീറ്റിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലൊരു പങ്ക് വഹിക്കുന്നത് മോഡൽ എക്സാംസ് ആണല്ലോ. മോഡൽ എക്സാംസ് എഴുതിയാണ് ആ ഒരു പ്രാക്ടീസ് വന്നാണ് നമുക്കൊരു കുറച്ചുകൂടെ എളുപ്പമാവുള്ളൂ. അപ്പം മോള് ഇപ്പം ആദ്യമായിട്ടാണല്ലോ മോഡൽ എക്സാം എഴുതുന്നത് നമ്മുടെ അടുത്ത്, അപ്പോൾ അതിനെങ്ങനെയാണ് മോള് നോക്കി കാണുന്നത്? നന്നായിട്ട് എഴുതാൻ പറ്റി. ഇപ്പോൾ ഇയാൾ വരുന്ന എക്സാമിന് ഒരു പ്രാക്ടീസ് വരും നന്നായിട്ട്. ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഒരു എക്സാം ആയിരുന്നു കെമിസ്ട്രി ആയിരുന്നു. ഓവറോൾ കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മോഡൽ എക്സാം? നല്ല എക്സാം, കൊള്ളാം. ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളി. പിന്നെ ഇതിൽ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാനുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?
കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. വീക്ക്ലി എക്സാംസിനെക്കാട്ടിയും എളുപ്പമായിട്ട് തോന്നി. പിന്നെ ബയോളജിയും ഒക്കെ എളുപ്പമായിരുന്നു. കെമിസ്ട്രി കൂടുതലായിട്ട് എളുപ്പമായിട്ട് തോന്നി. ഇ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യാറില്ലേ? അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് ഇല്ലായിരുന്നോ? സോ അതൊക്കെ നല്ലോണം യൂസ്ഫുൾ ആയോ? യൂസ്ഫുള്ളായി. പിന്നെ ഇന്നലത്തെ പ്രിപ്പറേറ്ററി മോഡലിൽ ആ ഒരു പാറ്റേൺ ഒക്കെ അതേപോലെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം എളുപ്പമായിരുന്നു കമ്പാരിറ്റീവ്ലി. എനിക്ക് എളുപ്പമായിരുന്നു, കുഴപ്പമില്ല, പഠിച്ചൊക്കെ തന്നെ. അപ്പം ഈ ഇതിന് മുന്നേ റിസൾട്ട് ഒക്കെ വന്ന് റാങ്കുകളൊക്കെ മേടിച്ച ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ നോക്കി അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ബ്രില്യൻറ്റിലെ മോഡൽ എക്സാം അല്ലേ? മോഡൽ എക്സാമിന് വലിയൊരു പ്രാധാന്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് അറ്റൻഡ് ചെയ്തു, അപ്പോൾ എന്ത് തോന്നി? ഞങ്ങൾക്ക് ആദ്യം തന്നെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. പ്രിപ്പറേറ്ററി മോഡൽ ഇ ലേണിംഗ് ആപ്പിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ തന്നെ വീഡിയോ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതുകൊണ്ട് ഈ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയോ? അത് തന്നെ ശരിക്കും പറ്റി, വളരെ നല്ലതായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് ഇന്നത്തെ എക്സാമിൽ കാഴ്ചവെക്കാൻ പറ്റിയോ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് എളുപ്പമായിരുന്നു, പഠിച്ചതിനൊക്കെ തന്നെ വന്ന് സമയത്തിനെല്ലാം ഒതുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു പ്ലാൻ. അങ്ങനെ ആദ്യത്തെ ഇച്ചിരി പാടുണ്ടായിരുന്നു, പിന്നെ അതിന് മുമ്പ് പ്രീ മോഡൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ മോഡൽ ആയപ്പോഴത്തേക്ക് ഒരു പാറ്റേണിൽ വന്നു. പിന്നെ ഇന്നലെ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്തു, അപ്പം കുറച്ചുകൂടെ എളുപ്പമായി ഇന്നത്തെ എക്സാം. നന്നായിട്ട് എക്സാം എഴുതുക, ഇനിയുള്ള മോഡൽ എക്സാം മുടക്കാതെ എഴുതുക, നല്ല അടിപൊളി മാർക്ക് മേടിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായത്. സുവോളജി കുറച്ച് പഠിച്ചു കഴിഞ്ഞില്ലായിരുന്നു, അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ എക്സാമിൽ സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ അതിൽ ഇന്ന് ഇരുന്ന് പഠിച്ചിട്ട് അടുത്ത മോഡൽ എക്സാമിന് അത് റെഡിയാക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പഠിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. പഠിക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അടുത്ത എക്സാമിന് ഇരുന്ന് പഠിക്കും. ശരിയാക്കും. ഓക്കെ, മോൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്നാലും ഫിസിക്സ് അധികം പഠിക്കാത്തതുകൊണ്ട് കുറച്ച് പാടായി പോയി. ഫിസിക്സ് ആണോ ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ്? എനിക്ക് ഫിസിക്സാ പാട്. അപ്പോൾ അതിന് കൂടുതൽ ടൈം എടുത്ത് ഇനി പഠിക്കാനുള്ള തീരുമാനം എടുത്തോ? ഉണ്ട്, തീർത്തു. മോൾക്ക് എങ്ങനെ തോന്നി എക്സാം? ടൈം മാനേജിങ് കുറച്ചുകൂടി നോക്കണം. ഫിസിക്സ് ഒന്നും അധികം എഴുതാൻ സമയം കിട്ടിയില്ല, അപ്പം അതിൻ്റെ ടൈം മാനേജ്മെൻറ്റും കൂടി കുറച്ച് നോക്കണം. പിന്നെ കുഴപ്പമില്ലായിരുന്നു, മൊത്തം എക്സാം നല്ലതായിരുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റ് പഠിക്കാത്തതിന് അതിലൊക്കെ കുറച്ചുണ്ടായിരുന്നു. അടുത്ത തവണ ഇമ്പ്രൂവ് ചെയ്യണം. ഇനി ഒരുപാട് മോഡൽ എക്സാംസ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതായത് നീറ്റിൻ്റെ എക്സാമിന് പിന്നെ ഒരുപാട് മോഡൽ എക്സാംസ്. അപ്പോൾ ഈ ഇത്രയും എക്സാംസ് പ്രാക്ടീസ് ചെയ്ത് വേണം നിങ്ങൾക്ക് ടൈം കൺസ്യൂം അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് പഠിക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ട്രയൽ എന്നുള്ള രീതിയിൽ ആദ്യത്തെ മോഡൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായോ ഇത് എങ്ങനെയൊക്കെ അത് റെഡി ആക്കണം എന്നുള്ളത്? വീക്കിലി ആദ്യം ഇതേപോലെയൊക്കെ ആയിരുന്നു, പിന്നെ അത് മനസ്സിലാക്കി വന്നു. ഇതേപോലെ വരുമെന്ന് പ്രതീക്ഷയുണ്ട്. പറ്റും. ഓക്കെ, പറ്റും. ഓക്കെ, മോൾക്ക് എന്ത് തോന്നി? ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. ബയോളജി ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അത് സുവോളജി മര്യാദക്ക് പഠിച്ചില്ല. അപ്പോൾ ഇനി അടുത്ത എക്സാം പഠിച്ചെഴുതും. അപ്പോൾ നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ നീറ്റ് ഫൈനൽ എക്സാമിന് നല്ല അടിപൊളി മാർക്ക് മേടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇതാ ഇട്ടു. ഇനിയിപ്പോൾ മുന്നോട്ട് ഒരുപാട് എക്സാംസ് എഴുതി നീറ്റിൻ്റെ ഫൈനൽ എക്സാമിന് നല്ല അടിപൊളി സ്കോർ മേടിക്കണം, ഉറപ്പല്ലേ? അപ്പോൾ ഈ ഫിസിക്സിൻ്റെ ഒക്കെ ടഫ് ഒന്നും കാണരുത്, അപ്പോൾ നന്നായിട്ട് പഠിച്ചെഴുതണം. ഉറപ്പാ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോഡൽ എക്സാം ഒക്കെ? എക്സാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടിയും ടെക്സ്റ്റൊക്കെ പഠിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. നല്ലായിരുന്നു എക്സാം. ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം മാനേജ് ഫിസിക്സ് ടൈം എനിക്ക് കുറച്ച് ലാഗ് ചെയ്ത് വന്നു. ബാക്കി ബയോളജിയും കെമിസ്ട്രി ഒക്കെ കറക്റ്റ് ടൈമിന് തന്നെ തീർക്കാൻ പറ്റി. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല, കുറച്ച് പാടായിരുന്നു. ഫിസിക്സ് ഒക്കെ കുറച്ച് പാടായിരുന്നു, ബാക്കി കെമിസ്ട്രിയും ബയോളജിയൊന്നും കുഴപ്പമുണ്ടായില്ല. ഇ ലേണിംഗ് ആപ്പിലെ പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് ഒക്കെ ചെയ്ത് പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ അതൊക്കെ നല്ലോണം യൂസ്ഫുൾ ആയില്ലേ? അതിനകത്ത് ചോദിച്ച മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. മോൾക്കോ? കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രിപ്പറേറ്ററി മോഡലിൻ്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇതിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സെയിം മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻ. മോൾക്കോ? കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻസ് അത്രയും സോൾവ് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, ഇനി എക്സാംസ് ഉണ്ടല്ലോ, അപ്പം ഇനി എഴുതി പഠിക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഓവറോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എക്സാം ഒക്കെ? എക്സാം നല്ലതായിരുന്നു, നല്ല എക്സാം ആയിരുന്നു. കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു പരിചയം വരുമ്പം ഇച്ചിരി കൂടി എളുപ്പമാവുമെന്ന് പ്രതീക്ഷിക്കണം. ബയോളജി ബേസിക്കലി NCERT ബേസ്ഡ് ആയിരുന്നു, കംപ്ലീറ്റ് NCERT. നല്ലതായിട്ട് NCERT വായിച്ചാൽ കിട്ടുമായിരുന്നു. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബോത്ത് ഇക്വേഷൻസ് ബേസ്ഡ് ആയിരുന്നു. എന്നാൽ ഇക്വേഷൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഈ പ്രാവശ്യം വന്ന എക്സാമിന് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അപ്പം അതൊക്കെ ഒന്ന് തിരുത്തണം. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു എന്നാണ് ഒരു ഹോപ്പ്. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. അത് കെമിസ്ട്രിയും ഫിസിക്സും എനിക്ക് സംബന്ധിച്ച് നല്ല എളുപ്പമായിരുന്നു. പക്ഷേ ബയോളജി വന്നപ്പോൾ ചെറുതായിട്ട് എന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത്തിരി പാടായിരുന്നു. ബയോളജിയാണ് കുറച്ച് ടഫായിട്ട് തോന്നിയത്. കുറച്ച് ടഫായിട്ട് തോന്നി. കാരണം അസോസിയേഷൻ റീസൺ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രീതിയിൽ അങ്ങനെ ഇതായിരുന്നു. നല്ല വൃത്തി പഠിച്ച എക്സാം നല്ല വൃത്തി അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഈ അടുത്ത പരീക്ഷ എത്തിക്കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. നല്ല എക്സാം ആയിരുന്നു, കൊള്ളായിരുന്നു. ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എവിടുന്നായിരുന്നു? ഫിസിക്സ് നോക്കുന്നെങ്കിൽ നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്നായിരുന്നു. പിന്നെ കൂടുതലും ഇപ്പോൾ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ആയാലും തന്നെ നല്ല വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബയോളജി ആയി തന്നെ നമ്മൾ പ്ലാങ്കിങ് ടെത്തിൽ നിന്നും ബയോളജി ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ സുവോളജി ആയാലും അനിമൽ കിങ്ഡം എന്നൊക്കെ നല്ല എൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മോൾക്കോ എങ്ങനെയായിരുന്നു? നല്ല സിമ്പിളായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും വിചാരിച്ചതിനേക്കാളും സിമ്പിളായി. ബയോളജിയും NCERT മാത്രമേ വന്നിട്ടുള്ളൂ, ഒന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല. പക്ഷേ ബയോളജി നന്നായിട്ട് വായിച്ചില്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. പിന്നെ നല്ല ഡീപ്പായിട്ട് ചില ഇതൊക്കെ നല്ല കോൺസെപ്റ്റ് അറിയുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ടൈം മാനേജ്മെന്റ് പ്രശ്നങ്ങൾ വന്നായിരുന്നോ? ടൈം കിട്ടാതെ അങ്ങനെ? ഇന്ന് ബയോളജിക്ക് കുറച്ച് അധികം ടൈം എടുത്തിരുന്നു, സാധാരണ എടുക്കുന്നതിലും അധികം. അപ്പം ഫിസിക്സിലും കെമിസ്ട്രിയിലും കുറച്ച് സമയം കുറയും. പക്ഷേ ഫിസിക്സിൽ കുറച്ച് സമയം എടുത്തു, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി പെട്ടെന്ന് ചെയ്തു. ഇനിയിപ്പോൾ എക്സാംസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ സോ അത് എഴുതി പ്രാക്ടീസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികളുടെ റിവ്യൂ ഒക്കെ നമ്മൾ കേട്ടു. അതായത് കുറേ കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു, ടൈം മാനേജ്മെൻറ്റ് വിഷയം അല്ലെങ്കിൽ ഈസി ആയിരുന്നു, അവർ വിചാരിച്ച പോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. അപ്പം നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ എല്ലാ സെൻറ്ററുകളിലുമാണ് ഈ മോഡൽ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 25,000-ലധികം കുട്ടികളാണ് ഈ ഒരു മോഡൽ എക്സാമിന് വേണ്ടി ഒരേ സമയം തന്നെ അവർ എഴുതുന്നത്. അപ്പം കേരളത്തിൽ തന്നെ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇത്രയും അധികം കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഒരേപോലെ ഇരുന്ന് മോഡൽ എക്സാം അപ്പിയർ ചെയ്യുന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല. നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ മാത്രമായിരിക്കും. കേരളത്തിലെ 50-ലധികം സെൻറ്ററിലാണ് നമ്മുടെ മോഡൽ എക്സാംസ് നടക്കുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാമിന് മുന്നോടിയായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് ലേണിംഗ് ആപ്പ് വഴി നൽകുന്നുണ്ടായിരുന്നു. അതുകൂടാണ്ട് യൂട്യൂബ് ലൈവായിട്ട് റിവിഷൻ ക്ലാസ്സസും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരുന്നത് ഈ ഒരു മോഡൽ എക്സാമിന് വേണ്ടിയിട്ട്. എക്സാമിന് ശേഷം 1 അവറിനുള്ളിൽ തന്നെയാണ് നമ്മുടെ ഇത്രയും കുട്ടികളുടെ എല്ലാ സെൻറ്ററിലെയും ഇത്രയും കുട്ടികളുടെ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന. ഏറ്റവും പെട്ടെന്ന് തന്നെയാണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും. അപ്പോൾ റിസൾട്ട് വന്നാലുടൻ തന്നെ ഒരു റിസൾട്ട് അനാലിസിസും കുട്ടികൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അന്നേ ഈവനിങ് ഒരു മീറ്റിങ്ങും കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടാവും. അപ്പം ബാച്ചുകളെ ഓഡ് ആൻഡ് ഈവൻ ആയിട്ട് തിരിച്ചാണ് നമ്മുടെ മോഡൽ എക്സാം ഒക്കെ നടക്കുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ ഈ മോഡൽ എക്സാമിന് ഹയസ്റ്റ് വരുന്ന കുട്ടികളെ അനുമോദിക്കുകയും നമ്മുടെ ഡയറക്ടേഴ്സ് നേരിട്ട് വന്ന് അനുമോദിക്കുകയും അങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഈ മോഡൽ എക്സാം മുന്നോട്ട് പോകുന്നത്. നീറ്റ് എക്സാമിന് തൊട്ട് മുന്നേ വരെയും ഈ മോഡൽ എക്സാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു നല്ല തറോ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ് നമ്മുടെ ഈ മോഡൽ എക്സാം വഴി കുട്ടികൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ കുട്ടികൾ എല്ലാ വർഷത്തെയും പോലെ ഈ കൊല്ലവും നല്ല അടിപൊളി മാർക്ക് മേടിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.